കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC-യുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് കാസർഗോഡ് KSEB സർക്കിൾ ഓഫീസിന് മുന്നിൽ അവകാശ സംരക്ഷണ സമരം സംഘടിപ്പിച്ചു. This news brought to you by Aiva Silks, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. നിരന്തര ജനാധിപത്യ പോരാട്ടങ്ങളിലൂടെ തൊഴിലാളികൾ നേടിയെടുത്ത ഓരോ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഓരോന്നായി കവർന്നെടുക്കുന്നു. കാലാകാലങ്ങളിൽ ലഭിക്കേണ്ടതായ പ്രൊമോഷനുകൾ കോടതി ഉത്തരവുണ്ടായിട്ടും നടപ്പിലാക്കുന്നില്ല. 2013 ഏപ്രിൽ 1 ശേഷം ജോലിയിൽ പ്രവേശിക്കുകയും എന്നാൽ ഇതിനു മുൻപേ നോട്ടിഫിക്കേഷൻ ചെയ്ത് പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ വന്നവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആനുകൂല്യം നടപ്പിലാക്കാനുള്ളതിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കുക, DA ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യാതെയും ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ട് നിലവിലെ ജീവനക്കാരുടെ ജോലിഭാരം കൂട്ടുകയും അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ബോർഡ് മാനേജ്മെന്റ് തെറ്റായ നയങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ സംരക്ഷണ ദിനം ആചരിച്ചത്. ഇതോടനുബന്ധിച്ച് കാസർഗോഡ് KSEB സർക്കിൾ ഓഫീസിന് മുന്നിൽ അവകാശ സംരക്ഷണ സമരം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായി വന്ന ഒരു ഉത്തരവിനെ പോലും സർക്കാർ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി, കേന്ദ്ര നയത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് അർഹതപ്പെട്ടത് നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. വീണ്ടും ജീവിക്കുവാനുള്ള അവകാശം, അത് നേടിയെടുത്തൊരവകാശം നിലനിർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അടക്കം സമീപിച്ച് ആ ഹൈക്കോടതിയിൽ നിന്നടക്കം അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിച്ച് മുന്നോട്ട് വന്നപ്പോഴും ആ വിധി പോലും നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും ബന്ധപ്പെട്ട വകുപ്പും നിസ്സംഗത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു, മറ്റൊരു ഭാഗത്ത് അർഹതപ്പെട്ട ആനുപാതികമായി ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. DA ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്തുന്നതിൽ സർക്കാർ വേണ്ടത്ര ഗൗരവത്തോടു കൂടി കാണുന്നില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ മാസം 26-ാം തീയതി സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെ ജീവനക്കാർ ഒന്നടങ്കം സർക്കാർ ജീവനക്കാർ ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭം എന്നുള്ള നിലയിൽ ദേശീയ പണിമുടക്ക് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. മദനൻ അധ്യക്ഷത വഹിച്ചു. കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. നൌഫൽ, മൂസ, മാർട്ടിൻ, സണ്ണി ജോർജ്, അബ്ദുൾ ഖലീൽ BA, രാജേഷ് CV, ആശാ മേരി ജോർജ് എന്നിവർ സംസാരിച്ചു. അബ്ദുൾ റസാഖ് സ്വാഗതവും വിനയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN.